മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. കുടുംബ ബന്ധങ്ങളെക്കുറിച്ചും നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന കുടുംബപരമായിട്ടുള്ള ദുഃഖങ്ങളെക്കുറിച്ചും വിവരിക്കേണ്ടായി. കുടുംബത്തിലെ ഏതു പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ കുറേ കൊട്ടേഷൻസ് വളരെ രസകരമായിട്ട് തോന്നി. സ്വാമി വിവേകാനന്ദൻ്റെ കൊട്ടേഷൻസ് മാത്രം ചേർത്ത് ഒരു പുസ്തകം എഴുതുകയാണ്. അതിലെ വരികളെല്ലാം സമുജ്വലമായിട്ട് തോന്നി. സ്നേഹം എന്ന വഴിയിലൂടെ മാത്രമേ മനുഷ്യ മനസ്സിനെ കീഴടക്കാൻ സാധിക്കുള്ളൂ. ഒരുപക്ഷെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുമ്പോഴും നിങ്ങൾ എന്നെ വെറുക്കുന്നുണ്ടായിരിക്കാം. എങ്കിലും ഞാൻ ദിവസങ്ങളോളം അല്ലെങ്കിൽ മാസങ്ങളോളം അല്ലെങ്കിൽ ഒരു വർഷക്കാലം ഞാൻ നിങ്ങളെ സ്നേഹിച്ചുകൊണ്ടേയിരുന്നാൽ നിങ്ങൾക്ക് എന്നെ സ്നേഹിക്കാതിരിക്കാൻ സാധിക്കില്ല. നല്ലൊരു വഴിയായിട്ട് എനിക്ക് തോന്നി. മാത്രമല്ല, those who can become the good follower only can become the good leader. വളരെ നല്ലൊരു വരിയായിട്ട് എനിക്ക് തോന്നിയത്. കുടുംബത്തിൽ മാത്രമല്ല, സമൂഹത്തിൽ പോലും പ്രയോഗിക്കാവുന്നതാണ്. ആർക്കാണോ നല്ല അനുസരണയുള്ള അനുയായിയാവാൻ സാധിക്കുന്നത് അവർക്ക് മാത്രമേ നല്ലൊരു ലീഡറാവാൻ സാധിക്കുള്ളൂ. Those who can serve others can only become the master of others. ആർക്കാണോ മറ്റുള്ളവരെ സേവിക്കാൻ സാധിക്കുന്നത് അവർക്ക് മാത്രമേ മറ്റുള്ളവരുടെ യജമാനനാവാനുള്ള യോഗ്യതയുള്ളൂ. വളരെ രസകരമായിട്ടുള്ള വരികളാണ് വിവേകാനന്ദൻ്റേത്. ത്രൂ ദ ഫിനോമിനൻ ഓഫ് ലവ് you can see that any gate will be opened. Even the gate which you think impossible to open will get opened through love. സ്നേഹത്തിലൂടെ തുറക്കാത്ത വാതിലുകളില്ല. തുറക്കില്ലെന്ന് നിങ്ങൾ വിചാരിച്ചിരുന്ന വാതിലുകൾ പോലും നിങ്ങൾക്ക് സ്നേഹിക്കാൻ സാധിച്ചാൽ അത് തുറക്കപ്പെടും. അതുറപ്പാണ്. ലവ്, ദ കൺസോളിഡേറ്റഡ് ഫോം ഓഫ് ദ ലവ് ഈസ് കോൾഡ് ആസ് ഗോഡ്. ഈശ്വരൻ എന്ന് പറയുന്നത് ഘനീഭൂതമായ സ്നേഹത്തിൻ്റെ പ്രതിഫലനമാണ്. നോട്ട് മിയർലി ലവിങ് അതേഴ്സ് ബട്ട് പ്രൂവിങ് ദാറ്റ് യു ലവ് അതേഴ്സ്. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഞാൻ ഈ ലവ് എന്ന ഇംഗ്ലീഷ് വാക്ക് ഉപയോഗിച്ചത് നമ്മളുടെ ഇംഗ്ലീഷിലെ ലവ് മേക്കിംഗ് എന്നൊരു സെക്ഷുവൽ പദവുമായിട്ട് ബന്ധപ്പെട്ട ലവ് അല്ല, മറിച്ച് ഭാരതീയമായ സ്നേഹം. ഭാരതത്തിലെ സ്നേഹം എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ അതിന് വേറെ വാക്കുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ലവ്, ലവർ, ലവ് മേക്കിംഗ് എല്ലാം സെക്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഇംഗ്ലീഷിൽ. ഞാൻ അതിനെ ഒന്നിനെയും എടുത്തിട്ടല്ല സ്വാമി വിവേകാനന്ദൻ്റെ കൊട്ടേഷൻ പറഞ്ഞത്. സ്നേഹിക്കുക, അമ്മയെ സ്നേഹിക്കുക, അച്ഛനെ സ്നേഹിക്കുക, ഭാര്യയെ സ്നേഹിക്കുക, ഭർത്താവിനെ സ്നേഹിക്കുക, മക്കളെ സ്നേഹിക്കുക, മാതാപിതാക്കളെ സ്നേഹിക്കുക. സ്നേഹിക്കുന്നുണ്ടെന്ന് ബോധ്യപ്പെടുത്തുക. തിരിച്ചൊന്നും കിട്ടാൻ വേണ്ടി അല്ലാതെ സ്നേഹിക്കുക. സ്നേഹിക്കാൻ വേണ്ടി മാത്രം സ്നേഹിക്കുക. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതുപോലെ ഡൂയിങ് ദ ഗുഡ് വിൽ ബി ഗുഡ് ബിക്കോസ് ഇറ്റ് ഈസ് ഗുഡ് ടു ഡു ദ ഗുഡ് ഫോർ അതേഴ്സ്. മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നത് നല്ലതാണ്, കാരണം അത് നല്ലതാണെന്നുള്ളത് കൊണ്ട് മാത്രം. ഡൂയിങ് ഗുഡ് ടു അതേഴ്സ് ഈസ് ഗുഡ്. ദാറ്റ് ഈസ് വൈ യു ഷുഡ് ഡു ദാറ്റ്. മറ്റുള്ളവർക്ക് വേണ്ടി എന്തിനാ നന്മ ചെയ്യുന്നത്? ഇങ്ങോട്ട് എന്തെങ്കിലും കിട്ടാനല്ല. നന്മ ചെയ്യുന്നത് നല്ലതായതുകൊണ്ട് നന്മ ചെയ്യണം. അങ്ങനെയുള്ള ധാരാളം കൊട്ടേഷൻ, ഭാരതീയ പൈതൃകവുമായിട്ട് നല്ല ബന്ധമുള്ള കൊട്ടേഷൻസ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് ഇന്നലെ മുഴുവനും കളക്ട് ചെയ്യേണ്ടായി. അപ്പോൾ ഒരു കുടുംബത്തിനകത്ത് നമ്മുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് അല്ലെങ്കിൽ അച്ഛൻ അല്ലെങ്കിൽ അമ്മ, മക്കള്, അവരെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയിക്കുന്നത് സ്നേഹിക്കണം, അൺകണ്ടീഷണൽ ആയിട്ട് സ്നേഹിക്കണം. തിരിച്ച് എന്തെങ്കിലും ലഭിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്നേഹം നടിക്കലല്ല. അങ്ങനെ സ്നേഹം നടിച്ചാൽ അത് സ്നേഹിക്കാത്തതിനേക്കാൾ വിരൂപമായിരിക്കും, വികൃതമായിരിക്കും.
അതുകൊണ്ട് സ്നേഹിക്കാൻ വേണ്ടി സ്നേഹിക്കുക. ഡൂയിങ് ദ ഗുഡ് ഫോർ ദ സേക്ക് ഓഫ് ഡൂയിങ് ഗുഡ്, ലവിങ് ഫോർ ദ സേക്ക് ഓഫ് ലവിങ്. സ്നേഹിക്കുന്നത് സ്നേഹിക്കാൻ വേണ്ടി സ്നേഹിക്കുക. ശരിക്കും സ്വാമി വിവേകാനന്ദൻ വേറൊരു സ്ഥലത്ത് പറയുന്നുണ്ട്, എ വെരി ഗുഡ് മാൻ വിൽ ഓട്ടോമാറ്റിക്കലി ഡു ഗുഡ് തിങ്സ്, ഹിസ് ബോഡി വിൽ ബി ട്യൂൺഡ് ടു ഡു ഗുഡ് തിങ്സ്. ഒരു നല്ല മനുഷ്യൻ അറിഞ്ഞും അറിയാതെയും നല്ലത് മാത്രമേ ചെയ്യുള്ളൂ. അയാളുടെ ശരീരം നന്മ ചെയ്യാൻ വേണ്ടി മാത്രം ട്യൂൺ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ധാരാളം വരികൾ വളരെ ശ്രേഷ്ഠമായിട്ട് തോന്നി. നമ്മളുടെ കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനായിട്ട് നമ്മൾ പലപ്പോഴും വി വാണ്ട് ടു ബിക്കം ദ മാസ്റ്റേഴ്സ് ആൻഡ് വി വാണ്ട് ടു സീ ദാറ്റ് അതേഴ്സ് ബിക്കം അവർ ഫോളോവേഴ്സ്. നമ്മളവരെ സ്നേഹിക്കുക, നമ്മളവരെ ബഹുമാനിക്കുക. ഞാനും പണ്ട് കുറേ അഹങ്കാരത്തോടുകൂടി പല വരികളും ഉപയോഗിച്ചിരുന്നത് കഴിഞ്ഞ 15 വർഷമായിട്ട് ഞാൻ എഴുതിയ ഡയറികളിലൂടെ കടന്നു പോവായിരുന്നു. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഈ ഡയറികളിലൂടെ കടന്നു പോകുമ്പോൾ എൻ്റെ ഭാഗത്ത് നിന്നുണ്ടായ എത്രയോ തെറ്റുകൾ, കാനഡയിൽ ഞാൻ പെരുമാറിയ രീതി കണ്ട് ഒരു 2-3 പേര് എനിക്ക് ഇമെയിൽ അയച്ചു. വളരെയധികം ഈഗോയിസ്റ്റിക് ആയിട്ടാണ് നിങ്ങൾ അവിടെ പെരുമാറിയതെന്ന് പറഞ്ഞ്. ഇന്ന് അതെല്ലാം വായിക്കുമ്പോൾ എനിക്ക് അസാധാരണമായ വേദന തോന്നുന്നു, ദുഃഖം തോന്നുന്നു. അവരെല്ലാവരെയും ഞാൻ ഇന്ന് വിളിച്ചു. അവരുടെ ഫോൺ നമ്പർ ഉണ്ടായിരുന്നത് കൊണ്ട് ഇന്നലെ മിനിഞ്ഞാന്നുമായിട്ട് അവരെ വിളിച്ചു. 7-8 കൊല്ലം മുമ്പ് കാനഡയിൽ വാൻകൂവറിൽ പോയപ്പോഴും മിനിയാപോളിസിൽ പോയപ്പോഴും അവിടെയെല്ലാം ഞാൻ പെരുമാറിയ രീതിയിലുണ്ടായിരുന്ന അപക്വത അതെല്ലാം ഇന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് അവരെ വിളിച്ചപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി. ഇപ്പൊ ലോകത്തിൽ വെറുപ്പ് എന്ന് പറയുന്നത് സ്ഥിരമായിട്ടുള്ളതൊന്നുമല്ല, നമുക്കതൊക്കെ തിരുത്താവുന്നതാണ് നമ്മുടെ വീട്ടിനകത്താണെങ്കിലും. അതുകൊണ്ട് നമ്മളുടെ വീട്ടിനകത്ത് നമ്മളുമായി ബന്ധപ്പെട്ടവരെ, അവരുടെ നല്ല ഗുണങ്ങൾ നമ്മൾ അറിയുന്നു എന്നവരെ ബോധ്യപ്പെടുത്തുക. നമ്മുടെ സുഹൃത്തുക്കളോട് അവരുടെ സാന്നിധ്യത്തിൽ നമ്മളുടെ ബന്ധുക്കളെ കുറിച്ച് നല്ലത് പറയുക. നെവർ ഫോക്കസ് ദ ഡിഫക്റ്റ് ഓഫ് ദി പീപ്പിൾ, നെവർ ഇവാലുവേറ്റ് എ മാൻ ബേസ്ഡ് ഓൺ ഹിസ് ഡിഫക്ട്സ് എന്നാണ് വിവേകാനന്ദൻ പറഞ്ഞിരിക്കുന്നത്. ഒരാളുടെ തെറ്റിന്റെ അടിസ്ഥാനത്തിൽ അയാളെ ഇവാലുവേറ്റ് ചെയ്യരുത്. ലീസ്റ്റ് ബോദർ അബൌട്ട് ദ നെഗറ്റീവ്സ് ഓഫ് ദ പീപ്പിൾ സോ ദാറ്റ് യു വിൽ ബി ഗെറ്റിംഗ് എലിവേറ്റഡ് യുവർ സെൽഫ്. മറ്റുള്ളവരുടെ തിന്മകളെ കുറിച്ച് നിങ്ങൾ ബോദർ ചെയ്യാതെ ഇരിക്കുക. അവരുടെ കുറച്ച് നന്മകളെങ്കിലും നിങ്ങളുടെ മനസ്സിൽ വെക്കുക. നിങ്ങൾ സ്വയം ഈശ്വരനിലേക്ക് ഉയരുമെന്ന് വരെ വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നല്ല വരികൾ ഞാൻ വിവേകാനന്ദനെ കോട്ട് ചെയ്യാൻ കാരണം അത്ര ഉജ്ജ്വലമായിട്ടുള്ള പ്രായോഗിക വരികളായിട്ട് തോന്നിയത് കൊണ്ടാണ് ഞാൻ വിവേകാനന്ദനെ കോട്ട് ചെയ്തത്. അപ്പൊ നമ്മളുടെ പാർട്ട്ണർ, ഭാര്യ ആയാലും ഭർത്താവായാലും അല്ലെങ്കിൽ നമ്മുടെ അച്ഛനായാലും അമ്മയായാലും അവരുടെ നന്മകള് നമ്മളുടെ വീട്ടിൽ വരുന്നവരുമായിട്ട് ജസ്റ്റ് കാഷ്വലി അവസരം വരുമ്പോൾ പറയാം. നമ്മളുടെ വീട്ടുകാർ നമുക്ക് വേണ്ടി ചെയ്യുന്ന നന്മകൾ പറയാം. അവരുടെ ഡിസിപ്ലിൻഡ് ലൈഫിനെ കുറിച്ച് പറയാം. നമ്മുടെ വീട്ടുകാരുടെ, നമ്മുടെ വീട്ടിലുള്ളവരുടെ ത്യാഗ മനോഭാവത്തെക്കുറിച്ച് പറയാം. അവരുടെ സ്നേഹത്തെക്കുറിച്ച് പറയാം. ശരിക്ക് എന്നെക്കുറിച്ച് മറ്റുള്ളവർ നല്ലത് പറയുന്നത് കേൾക്കാൻ എനിക്ക് ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടമുണ്ട്. ഞാൻ എത്ര വലിയ സന്യാസിയാണെങ്കിലും എത്ര ശ്രേഷ്ഠനാണെങ്കിലും ശരിയാ, ഇത് മറ്റുള്ളവർക്ക് ആപ്ലിക്കബിൾ അല്ലേ? അപ്പോ നമ്മൾ മറ്റൊരുവനെ കുറിച്ച് നല്ലത് പറയാൻ തയ്യാറാവുമ്പോൾ, മറ്റൊരുവനുമായിട്ടുള്ള ബന്ധം നന്നായിട്ട് നിലനിർത്താൻ ശ്രമിക്കുമ്പോൾ, മറ്റൊരുവന്റെ നല്ല നല്ല ഗുണങ്ങളെ അഭിനന്ദിക്കുമ്പോൾ, നമുക്ക് വേണ്ടി ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം മാറ്റിവെച്ച ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് അല്ലെങ്കിൽ മക്കള് അല്ലെങ്കിൽ അച്ഛൻ അല്ലെങ്കിൽ അമ്മയെക്കുറിച്ച് പലപ്പോഴും നല്ലത് പറയാൻ നമ്മൾ വിഷമിക്കുന്നു. അത് പറയുന്നത് ശരിയല്ലെന്ന ധാരണയില് നമ്മുടെ പ്രീ സപ്പോസ്ഡ് മൈൻഡ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ മക്കളുടെ നന്മകളെ കുറിച്ച് പറയാം, അവരെ അനുഗ്രഹിക്കുക, അവരുടെ കൂട്ടത്തിൽ ഒരു അരമണിക്കൂറോ 3/4 മണിക്കൂറോ ചെലവഴിക്കാം. കൂട്ടുകാരെ പോലെ അവരുടെ തോളത്ത് കൈയിട്ട് ആ ലെവലെത്തുമ്പോഴത്തേക്കും ആ രീതിയിൽ അവർ ഏത് കാര്യത്തെക്കുറിച്ച് നമ്മുടെ വീട്ടിലുള്ളവരുടെ അഭിപ്രായം ചോദിക്കാം. അവർ പറയുന്നത് കഴിയുന്നത്രയും ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കാം. നമ്മളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ ചിലപ്പോൾ ഒന്ന് മാറ്റിവെക്കേണ്ടി വന്നാലും അവരുടെ അഭിപ്രായത്തിന് മുൻതൂക്കം കൊടുക്കുന്നതായിട്ട് അവരെ ബോധ്യപ്പെടുത്താം. അവർക്ക് ഏതാണോ ഇഷ്ടമുള്ളത് അതിൻ്റെ ചോയ്സ് ആണ് നല്ലത് എന്ന് ആദ്യം നമ്മൾ അങ്ങോട്ട് പറയുമ്പോൾ തന്നെ അവരിങ്ങോട്ട് പറയും, വേണ്ട, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് മതി, എനിക്കിഷ്ടമുള്ളത് നോക്കണ്ടെന്ന് പറയും. ഈ ലോകത്തിൽ ആരാണോ ത്യജിക്കാൻ തയ്യാറായിട്ടുള്ളത് അവന്റെ
ത്യാഗ മനോഭാവത്തെ ലോകം അപ്രീഷിയേറ്റ് ചെയ്യും, ഒരു സംശയമില്ല. നമ്മുടെ കൂട്ടത്തിലുള്ളവർ ശക്തമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കില്ല. ഇതിനൊരു തുറന്ന മനസ്സ് വേണം. ദ പ്യൂരിറ്റി ആൻഡ് ഓണസ്റ്റി, ദീസ് ടു ആർ ദ ഗ്രേറ്റസ്റ്റ് ക്രൈറ്റീരിയൻ നീഡഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്യൂരിറ്റി ഓഫ് മൈൻഡ്, ഡിവോഷൻ ഇൻ ആക്ഷൻ, ഇതെല്ലാം നമ്മുടെ പൈതൃകത്തിന്റെ വാക്കുകൾ ഉപനിഷത്തിൽ നിന്ന് എടുത്തിട്ടാണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മളുടെ കുടുംബത്തിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ഒരു പ്രശ്നം വെച്ചാൽ അല്ല പരിഹാര മാർഗം. അല്ലെങ്കിൽ വലത്തെ കൈയിലും ഇടത്തെ കൈയിലും സ്വർണ്ണമോതിരം ഇടുകയോ അതിൽ വജ്രമോ ഗോമേതകമോ അല്ലെങ്കിൽ മരതകമോ ഒക്കെ വെച്ച് ഗ്രഹങ്ങളുടെ അനുഗ്രഹം ഉണ്ടാവാനും ഗ്രഹശാന്തി ഉണ്ടാവാനും വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചതുകൊണ്ട് നമ്മളുടെ വീട്ടിനകത്ത് എല്ലാ പ്രോബ്ലങ്ങൾക്കും പരിഹാരം കാണുമെങ്കിൽ ഈ രാമായണം എഴുതുന്നതിന് മുമ്പ് താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകെന്നേ വരൂ എന്ന നമ്മളുടെ പൈതൃക സന്ദേശവും നമുക്ക് നാമേ പണിവത് നാഗം നരകവും അതുപോലെ എന്ന പൈതൃക സന്ദേശവും ഫോർ എവ്രി ആക്ഷൻ ദർ ഈസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന സയന്റിഫിക് സന്ദേശവുമെല്ലാം എഴുതേണ്ട വല്ല ആവശ്യമുണ്ടോ? എൻ്റെ വീട്ടിനകത്തൊരു വലംപിരി ശംഖ് വെച്ചാൽ അതിൻ്റെ വേവ്സ് വന്നിട്ട് എൻ്റെ വീട്ടിലുള്ളവർക്ക് നല്ല പേരുണ്ടാവും, അവരുടെ എല്ലാവിധ തിന്മകളും ഇല്ലാതെയാവും, അവരുടെ പാപം പോകും, അവർക്ക് സമ്പത്ത് ഉണ്ടാവും, അവർക്ക് ഐശ്വര്യം ഉണ്ടാവും. അപ്പോൾ ഒരു വലംപിരി ശംഖോ ഒരു മോതിരമോ അല്ലെങ്കിൽ ഒരു ചരട് കെട്ടലോ ഒരു ലക്ഷ കെട്ടലോ കൊണ്ട് മാത്രം നമ്മുടെ വീട്ടിനകത്ത് നന്മയും ഐശ്വര്യവും വരുമെങ്കിൽ എത്ര എളുപ്പമാണ് കോടിക്കണക്കിന് രൂപയും അതിനനുസരിച്ചിട്ടുള്ള സന്തോഷം ഉണ്ടാക്കാൻ. വെറും 2999 രൂപ ചെലവാക്കിയാൽ മതി എന്ന അഡ്വർടൈസ്മെന്റിലൂടെ എല്ലാവർക്കും നന്നായിട്ട് പോകാൻ പറ്റില്ലേ? അതല്ല ജീവിതം. അതെല്ലാം കുറേ പരസ്യത്തിലൂടെ നമ്മളെ ശ്രദ്ധ മറ്റൊന്നിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ളതാണ്. ഏതായാലും നമ്മളുടെ മക്കളുടെ തലയ്ക്ക് കൈവച്ച് അനുഗ്രഹിക്കാനും അവർക്ക് മാർക്ക് കിട്ടുമ്പോഴും അവർക്ക് നേട്ടങ്ങൾ ഉണ്ടാവുമ്പോഴും അത് എടുത്തു പറഞ്ഞ് അഭിനന്ദിക്കാനും അത് ഫ്ലാറ്ററിംഗ് ആണ്, അതിശയോക്തിയാണെന്ന് തോന്നാത്ത വിധത്തിൽ ആ കാര്യങ്ങൾ അവതരിപ്പിക്കാനും അവരുടെ ദുഃഖങ്ങളുണ്ടെങ്കിൽ അത് കേൾക്കാനും ആ ദുഃഖങ്ങളെ ആശ്വസിപ്പിക്കാനും ജീവിതത്തിൽ വിജയത്തെക്കാളേറെ പരാജയങ്ങളാണ് നമ്മളെ പാഠം പഠിപ്പിക്കുന്ന ഗുരു എന്നുള്ളത് ഓർമ്മിപ്പിക്കാനും സുഖം താൽക്കാലികവും ദുഃഖം ശാശ്വതമായ പാഠങ്ങൾ പഠിപ്പിക്കാൻ ഉതകുന്നതുമാണ് എന്ന് ബോധ്യപ്പെടുത്തുകയും ദുഃഖത്തിലൂടെ കടന്നുപോകലാണ് ജീവിതാനുഭവങ്ങൾ അറിവ് നേടാൻ ഏറ്റവും നല്ല വഴിയെന്ന് ഒന്ന് ഓർമ്മപ്പെടുത്തലും ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങളും സംഘർഷപൂരിതമായിട്ടുള്ള അനുഭവങ്ങളും അഭിമുഖീകരിക്കാൻ ചങ്കൂറ്റം ഉണ്ടാവണമെങ്കിൽ അതിലൂടെ കടന്നു പോകണം എന്ന് ഓർമ്മിപ്പിക്കാനും വെള്ളത്തിലേക്കെടുത്ത് ചാടാതെ നീന്താൻ പഠിക്കാൻ പറ്റില്ലെന്ന് അറിയിക്കലും ഈ ദുഃഖം എന്ന് പറയുന്നത് ജീവിതത്തിന്റെ ഭാഗമാണെന്നും പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ജീവിതത്തിന്റെ ഭാഗമാണെന്നും പരാജയം എന്ന് പറയുന്നത് ജീവിതത്തിന്റെ ഭാഗമാണെന്നും ഇതെല്ലാം ലോകത്തിലെ എല്ലാവർക്കും എല്ലാത്തിനും ഉണ്ടെന്നും എല്ലാം നമ്മൾ ബോധ്യപ്പെടുത്തുമ്പോൾ ശരിക്കും കഥകളും അനുഭവങ്ങളും ഉപദേശങ്ങളും ജീവിത സത്യങ്ങളും നമ്മളുടെ മക്കൾക്ക് നമ്മളുമായി ബന്ധപ്പെട്ടവർക്കും പറഞ്ഞു കൊടുക്കുമ്പോൾ അവര് ഉടനെ അത് അംഗീകരിച്ചില്ലെങ്കിലും ഒരു സംശയമില്ല അവരതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കില്ല. അപ്പോ വാശിയോ പകയോ ദേഷ്യമോ ഭയമോ വിദ്വേഷമോ കൊണ്ട് നമ്മൾ പറയുന്ന തിന്മ നിറഞ്ഞ വാക്കുകൾ അത് തന്നെയാണ് നമുക്ക് തിരിച്ചു ബൂമറാങ്ങായിട്ട് വരിക. When you denigrate others, a day will come that others will start denigrating you. നിങ്ങൾ മറ്റുള്ളവരെ അപകീർത്തിപ്പെടുത്തുമ്പോൾ ഒരു കാലം വരും മറ്റുള്ളവർ നമ്മളെ അപകീർത്തിപ്പെടുത്തുന്നത്. കാരണം അതിൻ്റെ റിയാക്ഷൻ ഉണ്ടാവാണ്ടിരിക്കില്ലല്ലോ. When you say bad about others, it automatically reflects on your quality. മറ്റുള്ളവരെ കുറിച്ച് നിങ്ങൾ തിന്മകൾ പറയുമ്പോൾ അത് നിങ്ങളുടെ ദോഷത്തെക്കുറിച്ചാണ് മറ്റുള്ളവരുടെ മനസ്സിൽ ചിന്തകൾ ഉണ്ടാക്കുന്നത്, നമ്മളുടെ മഹത്വത്തെക്കുറിച്ചല്ല. അപ്പോ ഈ ലോകത്തിലെ എല്ലാവർക്കും ഉണ്ട് എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങൾ. നമ്മളുടെ മക്കൾക്ക് നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം കൊടുക്കാം, അവർക്ക് മോഡേൺ ആയിട്ടുള്ളത് സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ടാവും. അപ്പോഴും ഓർമ്മിക്കാം, ഈവൺ ഒരു വർക്കിംഗ് ഡേയിൽ പോലും 7 മണിക്കൂറാണ് നമ്മളുടെ മക്കൾ സ്കൂളിൽ ചിലവഴിക്കുന്നത്. 17 മണിക്കൂറും
അവരച്ഛൻ്റെയും അമ്മയുടെയും കൂട്ടത്തിലാണ്. ഒരു സ്കൂളിൽ പഠിക്കുമ്പോൾ 10, 35, 40 കുട്ടികളുടെ കൂട്ടത്തിൽ ഒരു കുട്ടിയാണ് നമ്മുടെ അവിടെ സ്കൂളിലെ സ്റ്റുഡൻറ്. നമ്മളുടെ വീട്ടിലാണെങ്കിൽ 1, 2 കുട്ടികളിൽ ഒരു കുട്ടിയാണ്. അത് നമ്മുടെ തന്നെ കുട്ടിയാണ്. സ്കൂളിലാണെങ്കിൽ അത് ടീച്ചറിന്റെ കുട്ടിയല്ല. പല തരത്തിലുള്ള കുട്ടികളെയാണ് ഒരു ടീച്ചർക്ക് കൈകാര്യം ചെയ്യേണ്ടി വരുന്നത്. നമ്മുടെ വീട്ടിൽ നമ്മളുടെ തന്നെ 1, 2 തരത്തിലുള്ള കുട്ടികളെയാണ് കൈകാര്യം ചെയ്യുന്നത്. നമ്മുടെ മക്കൾ നമ്മുടെ കൂട്ടത്തിലായിരിക്കുന്നത്. അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് നമ്മളാണ്, അവർക്ക് എല്ലാം ചെയ്യുന്നത് നമ്മളാണ്. അപ്പോൾ അവരിൽ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്ന സ്വാധീനത്തെക്കാൾ എത്രയോ കുറവ് സ്വാധീനമാണ് ഒരു ടീച്ചർക്ക് വിദ്യാർത്ഥികളിൽ ഉണ്ടാക്കാൻ സാധിക്കാം. അപ്പോൾ നമ്മൾ ഓർമ്മിക്കാനുള്ളത്, ആധുനികമായിട്ടുള്ള പലതും നമ്മുടെ മക്കൾക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയെന്ന് വരും. പക്ഷെ പൈതൃകമായിട്ടുള്ള നന്മകൾ, മൂല്യങ്ങൾ, ശരിക്കും പറഞ്ഞാൽ മോറൽ വാല്യൂസ്, അത് മക്കൾക്ക് എവിടെ നിന്നാ കിട്ടുക? കൊടുക്കേണ്ട സമയത്ത് കൊടുത്തില്ലെങ്കിൽ എടുക്കേണ്ടവരെടുക്കില്ല, അത് ഉറപ്പാ. ധാരാളം വ്യക്തികൾ എന്നെ പല സ്ഥലത്ത് നിന്ന് വിളിക്കാറുണ്ട്. അവരെല്ലാവരും എന്നോട് ഇപ്പോൾ പറയുന്നത്, സാറേ എൻ്റെ മകള് ഒരു മുസ്ലിമിനെയാണ് വിവാഹം കഴിക്കാൻ പോകുന്നത്, ഒരു പെന്തക്കോസ്ത് ക്രിസ്ത്യാനിയാണ്, എൻ്റെ ജീവിതം മൊത്തം തകർന്നു സാറേ, സാറൊന്ന് ഉപദേശിക്കുമെന്ന് എത്ര പേരാ വിളിക്കണേ അറിയോ? ഞാൻ അവരോട് പറയാറുണ്ട്, ചെറുപ്പത്തിൽ കൊടുക്കേണ്ട ഒരു സന്ദേശവും കൊടുക്കാതെ, നമ്മുടെ ധർമ്മത്തിൻ്റെ മൂല്യങ്ങളൊന്നും കൊടുക്കാതെ, നിങ്ങൾ ആ കുട്ടികൾ തന്നെത്താനെ ചിന്തിച്ച് തന്നെത്താനെ പ്രവർത്തിച്ച് അവർ ചിന്തിക്കുന്നതാണ് ശരി എന്ന് ധരിക്കുന്ന കാലഘട്ടത്തിൽ ഉപദേശിക്കാൻ തുടങ്ങിയാൽ എടുക്കില്ല. കേരളത്തിലെ 90% മാതാപിതാക്കളും മക്കളോട് നേരിട്ട് സംസാരിക്കാൻ ഭയമുള്ളവരാണ്. അവർ മക്കളോട് ഫോണിലൂടെ പലപ്പോഴും സംസാരിക്കുന്നത്, മൊബൈലിലൂടെ അവർ സ്കൂളിൽ പോയതിന് ശേഷം, കോളേജിൽ പോയതിന് ശേഷം. ഇതിന് കാരണം എന്താ? ഈ ചെറുപ്പത്തിലെ അവരുമായിട്ടുള്ള ബന്ധം ഒരു പ്രത്യേക രീതിയിൽ നിലനിർത്തി അവർ പറയുന്നത് പലരും എല്ലാം ചെയ്തു കൊടുത്തു. നമ്മൾ ജീവിതത്തിൽ കുറേ ദുഃഖം അനുഭവിച്ചിട്ടുണ്ട്, അതുപോലെയുള്ള ദുഃഖം മക്കൾ അനുഭവിക്കരുതെന്ന് ധരിച്ചു. മക്കളെ ദുഃഖം എന്താണെന്ന് പഠിപ്പിച്ചിട്ടില്ല, അനുഭവിപ്പിച്ചിട്ടില്ല. ആ മക്കൾക്ക് കൊടുക്കേണ്ട മൂല്യങ്ങൾ കൊടുത്തിട്ടില്ല. പൈതൃകമായിട്ടുള്ളതൊന്നും കൊടുത്തിട്ടില്ല. അതൊന്നും കൊടുക്കാതെ വളർന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്താ സംഭവിക്കുക? സ്വാഭാവികമായിട്ടും ആ കുട്ടി ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതുമാണ് ശരിയെന്ന് പറഞ്ഞു പോകുന്നു. ആ സമയത്ത് ദുഃഖിച്ചുകൊണ്ട് കാര്യം എന്താ? എൻ്റെ മകളായതുകൊണ്ട് ഞാൻ പറഞ്ഞത് കേൾക്കുമെന്ന ധാരണ ധാരാളം മാതാപിതാക്കൾക്കുണ്ട്. ഏത് മകളായാലും ഏത് മകനായാലും അവർക്ക് അവരുടേതായിട്ടുള്ള ചിന്തകൾ ഉയർന്നു വരുന്ന സമയത്ത് ആര് വിചാരിച്ചാലും നിൽക്കില്ല. നമ്മുടെ പ്രധാനമന്ത്രി മോഡി വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, പെൺകുട്ടികൾ പുറത്തേക്ക് പോകുമ്പോൾ എപ്പോൾ വരുമെന്ന് ചോദിക്കുന്നത് പോലെ ആൺകുട്ടികളിലും ഒരു കണ്ണ് വേണം. അതിനകത്ത് എല്ലാം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് പെൺകുട്ടികളിലും ആൺകുട്ടികളിലും മാതാപിതാക്കൾക്ക് ഒരു കണ്ണ് വേണം. ശരീരം മാത്രം കൊടുത്താൽ പോരാ, നല്ലൊരു മനസ്സും കൊടുക്കേണ്ട ഉത്തരവാദിത്വം മാതാപിതാക്കൾക്കുണ്ട്. ധാരാളം മാതാപിതാക്കൾ ഇന്ന് സൂചിമുനയിൽ നിൽക്കുന്നത് അവരുടെ ഫോൺ സന്ദേശത്തിലൂടെയും ഇമെയിലിലൂടെയും എനിക്ക് കാണാനും കേൾക്കാനും സാധിക്കാറുണ്ട്. അവർ പലരും അവരുടെ പ്രശ്നങ്ങൾ ഇമെയിലിലൂടെ എനിക്ക് എഴുതുന്നത് മക്കളുടെ ജാതകം, അല്ലെങ്കിൽ ഇവരുടെ ജാതകം, അല്ലെങ്കിൽ ഭാര്യയുടെ ജാതകം, ജനിച്ച സമയം, മാസം, വർഷം, സ്ഥലം, ഇതൊക്കെ എനിക്ക് എഴുതിയിട്ടാണ്. ഈ ജാതകം കൊണ്ട് അവരുടെ പ്രശ്നം പരിഹരിക്കുമെന്നാണ് ധരിക്കുന്നത്. അങ്ങനെ ജാതകം കണ്ടിട്ട് എന്താ ലക്ഷ്യമിടുന്നത് എന്ന് ചോദിച്ചാൽ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് അവർക്ക് അറിയണം, അത്രയല്ലേ പറ്റുള്ളൂ. അല്ലാതെ ചൊവ്വയ്ക്ക് ഗ്രഹശാന്തി ഹോമമോ, അല്ലെങ്കിൽ ശനിക്ക് എള്ളുതിരിയോ, ശുക്രന് ഒരു ഭഗവതി പൂജയോ, ഗുരുവിന് ഒരു നിറമാലയോ ഒക്കെ നടത്തിക്കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ പ്രശ്നം പോകുമെന്ന് തോന്നുന്നുണ്ടോ? അതൊന്നും വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. വഴിപാടുകളല്ല നമ്മളുടെ വീട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കാരണമാക്കേണ്ടത്. അതെല്ലാം നമ്മളുടെ മനസ്സിനകത്ത് വേറൊരു തരം ചിന്തകൾ ഉണ്ടാക്കാൻ ഒരു പക്ഷേ സഹായിച്ചേക്കാം. പക്ഷെ പ്രശ്നപരിഹാരത്തിന് അതല്ല കാരണം ഉപയോഗപ്രദമാക്കേണ്ടത്. നമ്മളുടെ വീട്ടിൽ ഒരൊറ്റ വരി ആലോചിച്ചാൽ മതി. ഡു ഗുഡ്, ഗീവ് ഗുഡ് ആൻഡ് ടേക്ക് ഗുഡ്. ഇത് മാത്രം ആലോചിച്ചാൽ മതി. എൻ്റെ ഭാര്യയെ ഞാൻ സ്നേഹിച്ചാൽ അവൾ എന്നോട് സ്നേഹിക്കും. ഞാൻ അവളുടെ ഇഷ്ടങ്ങളിൽ ഭൂരിഭാഗവും അനുശാസിച്ചു കൊടുത്താൽ അവൾ എൻ്റെ ഇഷ്ടങ്ങൾ കുറേ കാര്യങ്ങളെങ്കിലും നോക്കാതിരിക്കില്ല. അവളുടെ സുഖസൗകര്യങ്ങളെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചാൽ എൻ്റെ സുഖസൗകര്യങ്ങളെക്കുറിച്ച് അവൾ അന്വേഷിക്കാതിരിക്കില്ല. അവളും ഞാനും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ
ഞാനില്ലാത്തപ്പോഴത്തേക്കും അവളുടെ മനസ്സിലുണ്ടാവും ഞാൻ ഒറ്റയ്ക്കായിരുന്നു ഭക്ഷണം കഴിക്കുന്നത്. എൻ്റെ മനസ്സിലുണ്ടാവും അവള് ഇല്ലാതെ ഞാൻ ഒറ്റയ്ക്കാണ്. ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, ഇന്ന് എന്ന ദിവസത്തിൽ നമ്മൾ ഒരുമിച്ചുണ്ട്, നാളെ എന്ന ദിവസത്തിൽ ഒരുമിച്ചുണ്ടോ എന്ന് അറിഞ്ഞൂടാ. ഈ കാലചക്രം തിരിയുമ്പോൾ ഓരോരുത്തരായിട്ട് ഈ ലോകത്തുനിന്ന് യാത്രയാവും, ഉറപ്പാ. ഈ യാത്രയാകുന്ന വേളയിൽ ഇന്നലെ വരെ ചെയ്ത തിന്മകളും ഇന്നലെ വരെ ചെയ്ത നെഗറ്റീവുകളും ഓർത്ത് കരയേണ്ടി വരുന്ന ധാരാളം വ്യക്തികളുണ്ട്. മക്കളെ നന്മ നിറഞ്ഞ രീതിയിൽ വളർത്താൻ അവസരം ഉണ്ടായിട്ടും സാമ്പത്തികമായിട്ട് വളരെ ഉയർന്ന നിലവാരത്തിലുണ്ടായിട്ടും അതൊന്നും ചെയ്യാതെ, ശരിക്ക് ഞങ്ങൾ ഈ സമ്മർ വെക്കേഷനിൽ കുറച്ച് ക്ലാസ് നടത്തുന്നുണ്ടായിരുന്നു, ഇപ്പൊ നടത്താറില്ല. അതില് ബോംബെയിൽ നിന്നൊരു വ്യക്തിയുണ്ട്, വലിയ വളരെ വളരെ ലക്ഷക്കോടി പ്രഭുവാണ്. ഇത്രയധികം സമ്പത്തായിട്ടുള്ള ഒരു വ്യക്തിയെ കണ്ടിട്ടില്ല. അയാൾ അദ്ദേഹത്തിന്റെ 2 മക്കളെയും മഴുവഞ്ചേരിയിലെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്കൂളിലേക്ക് വിടും. സമ്മർ വെക്കേഷനിൽ 1 മാസം ശരിക്കും ബുദ്ധിമുട്ടിയിട്ടാണ് 1 മാസം ആ കുട്ടികളെ അവിടെ താമസിക്കുക. അപ്പൊ ഈ അച്ഛൻ പറയും, കുറെ ബുദ്ധിമുട്ട് എന്താണെന്ന് അറിയട്ടെ. അതാണ് അതിന്റെ പ്രത്യേകത. അടുത്ത കാലത്ത് തൃശ്ശൂരില് മാളയില് ഒരു പരിപാടിക്ക് വേണ്ടി പോയപ്പോ ഒരു വീട്ടിൽ കയറി. ആ വീട് കണ്ടപ്പോ താജ്മഹൽ ഒന്നുമല്ല, ഒരു 2-3 ഏക്കറില് നിറച്ചും ഈന്തപ്പഴം കൃഷിയും ചെയ്ത് മാങ്ങയും എല്ലാം നല്ല ഭംഗിയുള്ള വീട്. അതിലെ ആ വീടിന്റെ ഉടമസ്ഥന് അദ്ദേഹത്തിന്റെ കൂട്ടത്തിലിരുന്ന് ചായ കുടിച്ചു. 2 കുട്ടികള് വളരെ കാഷ്വലി ആ വീട്ടിനകത്ത് നടക്കുന്നത് കണ്ടു. ആ കുട്ടികൾക്ക് ഈ വീടിന്റെ ഉടമസ്ഥന്റെ മക്കളാണ് ഞങ്ങളെന്ന യാതൊരു ഭാവവും ഇല്ല. ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, മക്കളെ വളർത്തുമ്പോൾ ഇത്രയും ഉജ്ജ്വലമായ ഒരു സമ്പത്തിന്റെ ഉടമയാണെന്ന ധാരണയിൽ വളർത്തരുത്. അപ്പൊ അദ്ദേഹം എടുത്ത വായിക്ക് എന്നോട് പറഞ്ഞത്, അവർക്കറിയാം സാറേ ഇതൊന്നുമല്ല ജീവിതം എന്ന. എനിക്ക് ഷോക്കായിപ്പോയി, പോസിറ്റീവ് ഷോക്ക്. സാറേ അവർക്കറിയാം ഇതൊന്നും അല്ല ജീവിതം എന്ന്. അതായത് ഈ വലിയ സൗധവും ഈ വലിയ പറമ്പും ഈ കെട്ടിടങ്ങളും ഈ സൗകര്യങ്ങളും ഒന്നുമല്ല ജീവിതമെന്ന് അവർക്കറിയാമെന്നൊരു അച്ഛൻ 1 സെക്കൻഡ് പോലും എൻ്റെ കമന്റ് കേട്ട് വൈകാതെ ഉത്തരം പറഞ്ഞപ്പോ എനിക്ക് തോന്നി, ഇതെല്ലാമാണ് മാതൃകയാക്കേണ്ടത്. ജീവിതം എന്ന് പറയുന്നത് ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകലാണ്. നന്മ ചെയ്യലും നന്മ ചെയ്യിക്കലും. ഞാൻ നേരത്തെ നിരന്തരം പറഞ്ഞിട്ടുണ്ട്, നല്ലതും ചീത്തയും കേൾക്കുക, എന്നിട്ട് വേണ്ടതെടുക്കുക. നല്ലതും ചീത്തയും കാണാൻ മക്കളെ പഠിപ്പിക്കുക, കേൾക്കാനും മക്കളെ പഠിപ്പിക്കുക, ചിന്തിക്കാനും മക്കളെ പഠിപ്പിക്കുക, എന്നിട്ട് നന്മകൾ എടുക്കാനായിട്ട് മക്കളെ പഠിപ്പിക്കുക. നമ്മളും അതേപോലെ ചെയ്യാം. നമ്മുടെ വീട്ടിനകത്ത് ഐശ്വര്യം ഉണ്ടാക്കേണ്ടത് പുറത്തു നിന്നൊരാളല്ല, നമ്മൾ തന്നെയാണ്. നമ്മളുടെ വീട്ടിലെ പ്രശ്നങ്ങൾ നമ്മളുടെ സൃഷ്ടിയാണെങ്കിൽ ആ സൃഷ്ടിയെ ഇല്ലാതെ സംഹരിക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ്. ഏത് പ്രശ്നം എവിടെ നിന്ന് ആരംഭിക്കാൻ കാരണമായവരാണ് അത് അവസാനിപ്പിക്കേണ്ടത്. ഞാൻ ഒരാളോട് സംസാരിക്കില്ല എന്ന് തീരുമാനിച്ചാൽ സംസാരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ആരാണ്? ഞാൻ തന്നെയാണ്. നിങ്ങൾ നോക്കുക, ഈ ഭൂമി പോലും കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇടവപ്പാതി എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ കഴിഞ്ഞ വർഷം ഇടവപ്പാതിയിൽ ഈ ഭൂമി എവിടെയായിരുന്നോ അവിടേക്ക് ഭൂമി തിരിച്ചു വരാതിരിക്കില്ല. ഒരു മാവ് അത് പൂത്ത് അതിൽ ഉണ്ണിമാങ്ങ അല്ലെങ്കിൽ കണ്ണിമാങ്ങ ഉണ്ടായി, ആ മാങ്ങ വലുതായി, ആ മാങ്ങ താഴെ വീണ് ആ ചക്രം തിരിയുമ്പോൾ അടുത്ത വർഷം ഏതാണ്ട് അതേ കാലത്ത് ഇതേപോലെയുള്ള പൂവ് വീണ്ടും ഉണ്ടാവും. അപ്പൊ ശരിക്കും ജീവിതം എന്ന് പറയുന്നത് ഒരു വൃത്തമാണ്, ഒരു കറക്കലാണ്. നമ്മൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അതിനകത്ത് നമ്മളുടെ സ്വർഗത്തെ സൃഷ്ടിക്കുന്നതും നരകത്തെ സൃഷ്ടിക്കുന്നതും നമ്മൾ തന്നെയാണ്. ഇപ്പോ സ്വാമി വിവേകാനന്ദൻ തന്നെ പറഞ്ഞൊരു വരിയുണ്ട്, ക്ലോസിംഗ് യുവർ ഐസ് വിത്ത് യുവർ ആൻഡ് വീപ്പിംഗ് ദാറ്റ് ഇറ്റ് ഈസ് ഡാർക്ക്നെസ് അറൌണ്ട് യു, ദാറ്റ് ഈസ് യുവർ പ്രോബ്ലം. നല്ല രസമാണ്. കൈകൾ കൊണ്ട് കണ്ണടച്ച് പിടിച്ച് ചുറ്റും ഇരുട്ടാണെന്ന് പറഞ്ഞ് കരയുന്നത് നിങ്ങളുടെ പ്രശ്നമാണ്. ചുറ്റും ഇരുട്ടായതുകൊണ്ടല്ല, നമ്മളെ കണ്ണടച്ച് പിടിച്ചിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഇരുട്ടാണെന്ന് തോന്നുന്നത്. നമ്മൾ റൈറ്റ് ഗ്രൗണ്ട് ലെവലിലേക്ക് വരാൻ എപ്പോൾ തയ്യാറാകുന്നു, സിമ്പിൾ ആവാൻ, ഹ്യൂമിലിറ്റിയോടുകൂടി ജീവിക്കാൻ, ചിരിച്ചുകൊണ്ട് ജീവിക്കാൻ, സന്തോഷത്തോടുകൂടി ജീവിക്കാൻ, സംതൃപ്തിയോടുകൂടി ജീവിക്കാൻ, ഷെയറിങ് കെയറിങ്ങോടുകൂടി ജീവിക്കാൻ എപ്പോൾ നമ്മൾ തയ്യാറാവുന്നുവോ നമ്മുടെ വീട്ടിനകത്തെ 99% പ്രശ്നങ്ങൾ തീരും. ഇന്നലെ സംഭവിച്ച നെഗറ്റീവുകളും മിനിഞ്ഞാന്ന് സംഭവിച്ച നെഗറ്റീവുകളും മനസ്സിനകത്ത് വെച്ചുകൊണ്ട് അതും
ആ വാശിയിലും പകയിലും ജീവിക്കുന്ന മനുഷ്യന് തിരിച്ചെന്താ പ്രതീക്ഷിക്കാൻ സാധിക്കാം? ജീവിതത്തിൽ താൻ വിജയിച്ചു എന്നോ? ഒരു കാര്യം ഉറപ്പാ, എത്ര പ്രശ്നമുണ്ടാക്കുന്ന അച്ഛനാണെങ്കിലും ശരി, ഭർത്താവാണെങ്കിലും ശരി, ആ മക്കള് അച്ഛന് സുഖമില്ലെന്നറിഞ്ഞാൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാതിരിക്കില്ല, ചികിത്സിക്കാതിരിക്കില്ല. ഭർത്താവിന് സുഖമില്ലെന്നറിഞ്ഞാൽ ഭാര്യ കൂടെ വരാതിരിക്കില്ല 99% കേസിലും. അപ്പോ ഒരു കാലം നമുക്ക് വരാതിരിക്കില്ല, നമ്മൾ തളരുന്ന കാലം, നമ്മൾ തകരുന്ന കാലം, നമ്മൾ വരളുന്നൊരു കാലം വരുമ്പോ ഇവരുടെ എല്ലാവരുടെയും സഹായം സ്വീകരിക്കേണ്ടി വരും. അന്ന് വാശിയും പകയും പിടിച്ചുകൊണ്ടിരുന്നാല് ഒന്നുകിൽ അതേപോലെ മരിക്കുക, അല്ലെങ്കിൽ അന്ന് പശ്ചാത്തപിക്കേണ്ടി വരിക. അതുകൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള മാർഗങ്ങളിലൂടെ മുമ്പോട്ട് പോവുക. ലക്ഷ്യം എത്രത്തോളം പ്രാധാന്യമുള്ളതാണോ അതേപോലെ മാർഗവും പ്രാധാന്യമുള്ളതാക്കുക. ഇത് വിവേകാനന്ദന്റെ വരിക. ബോത്ത് ദ മീൻസ് ആൻഡ് ദ എൻഡ് ഷുഡ് ഹാവ് പ്യൂരിറ്റി. മീൻസിനും എൻഡിനും, ലക്ഷ്യത്തിനും മാർഗത്തിനും പരിശുദ്ധി ഉണ്ടാവണം. അപ്പൊ ഇങ്ങനെയുള്ള വരികളെല്ലാം നമ്മളുടെ വീട്ടിനകത്ത് നന്മകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണെന്ന് നല്ലവണ്ണം ഓർമ്മിക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ ഇന്നു മുതൽക്ക് നമ്മളുടെ വീട്ടിനകത്ത് ധന്യമായ ഒരു അനുഭവം ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കുമെന്നറിയാൻ ജഗദീശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഏതായാലും നമ്മളുടെ പ്രശ്നങ്ങൾ നമുക്ക് പ്രശ്നങ്ങളായിട്ട് തോന്നുന്നത് നമ്മൾ മാനസികമായിട്ട് ആ പ്രശ്നങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ തളരുന്നത് കൊണ്ടാണ്. പക്ഷെ ആ പ്രശ്നങ്ങൾ നമുക്ക് കരുത്തേകാൻ പാകത്തിനതിനെ മാറ്റുകയാണെങ്കിൽ മനസ്സിനകത്ത് പരിശുദ്ധിയും വേണം, ത്യാഗമനോഭാവവും വേണം. ഏത് പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് എന്തെങ്കിലും പഠിക്കണമെങ്കിൽ ശുദ്ധമായൊരു മനസ്സും ത്യാഗസമ്പൂർണമായൊരു മനസ്സും നമുക്ക് ഉണ്ടാവണം. അതുണ്ടായാൽ തീർച്ചയായിട്ടും ഈ ലോകത്തിലെ ജീവിതം ധന്യമായ ജീവിതമാണ്. നമ്മൾ എന്നാണോ മറ്റുള്ളവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കാൻ ആഗ്രഹിക്കാത്തത് അന്ന് വരെ നമ്മൾ സ്വതന്ത്രരല്ല. മറ്റുള്ളവൻ അർഹിക്കുന്ന സ്വാതന്ത്ര്യം, അത് ഭാര്യയായാലും മക്കളായാലും അച്ഛനായാലും അമ്മയായാലും, അവരർഹിക്കുന്ന സ്വാതന്ത്ര്യം അവർക്ക് കൊടുക്കുമ്പോൾ മാത്രമേ നമ്മൾ സ്വതന്ത്രരാവുന്നുള്ളൂ. നമ്മളുടെ പ്രവൃത്തി മറ്റുള്ളവർക്ക് ദുഃഖമുണ്ടാക്കുകയാണെങ്കിൽ അപ്പോഴും നമ്മൾ സ്വതന്ത്രരല്ല. എൻ്റെ സ്വാതന്ത്ര്യം മറ്റുള്ളവനെ ദുഃഖിപ്പിക്കാനുള്ളതല്ല. ഇന്ന് ഞാൻ പറഞ്ഞത് മുഴുവനും വിവേകാനന്ദന്റെ കൊട്ടേഷനുകളാണ്. അത്ര ഗംഭീരമായിട്ടുള്ള കൊട്ടേഷനുകളാണ് വിവേകാനന്ദൻ്റെത്. അതുകൊണ്ട് നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് തെറ്റ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും അതിനകത്തുണ്ട്. പക്ഷെ ഒരേ തെറ്റ് പല പ്രാവശ്യം ആവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം അതിനകത്തില്ല. അപ്പൊ സ്വാതന്ത്ര്യം എന്ന് പറയുന്നതിനകത്ത് തെറ്റ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യവുമുണ്ട്. പക്ഷെ ഒരേ രീതിയിലുള്ള തെറ്റുകൾ ആവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം അതിനകത്തില്ല. അപ്പൊ നമ്മളുടെ സ്വാതന്ത്ര്യം മറ്റുള്ളവർക്കുടെ സ്വാതന്ത്ര്യത്തിന് കൂടി ഇടവരുത്തത്തക്ക വിധത്തില്, ആ സ്വാതന്ത്ര്യം തിന്മകൾക്കും വേദനകൾക്കും കാരണമാകാത്ത വിധത്തില് ധന്യമായ ഒരു ജീവിതം നമുക്ക് ജഗദീശ്വരൻ തന്നത് അനുഭവിക്കാനുള്ള വഴി നമ്മൾ കണ്ടെത്തുകയാണെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ ഈ ദുഃഖങ്ങൾ ഉണ്ടാവില്ല, പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ഇനി അഥവാ ദുഃഖങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായാൽ തന്നെ അതൊക്കെ നമ്മളുടെ മനസ്സിന് കരുത്ത് പകരുന്ന ഒന്നായി തീർക്കാൻ നമുക്ക് സാധിക്കുമെന്ന് കൂടി പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രണാമം, നമസ്കാരം.